നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി സ്നേഹപൂർവം അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള എഡ്യൂക്കേഷൻ നമ്മളെ കൂടുതൽ ജ്ഞാനത്തിലേക്ക് നയിക്കണം. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കൂടുതൽ ധൈര്യം നൽകണം. കൂടുതൽ സെൽഫ് ഡിപ്പെൻഡൻസ് വരുത്തണം. നമ്മൾ സെൽഫ് ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ മുകളിലുള്ള ഡിപ്പെൻഡൻസ്, ബുദ്ധിയുടെ മുകളിലുള്ള ഡിപ്പെൻഡൻസ്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്വത്തിൻ്റെ മുകളിലുള്ള ഡിപ്പെൻഡൻസ് എന്നൊക്കെയാണ് ചിന്തിക്കുക. നീ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവണം എന്ന് പറയുമ്പോൾ നീ സ്വന്തമായിട്ട് ജോലി വേണം, രണ്ട് കാലം നിൽക്കണം എന്നൊക്കെയാണ് പറയുക. പക്ഷെ ഇതൊക്കെ സെൽഫ് ഡിപ്പെൻഡൻസ് ആണോ? ഇതൊക്കെ ബോഡി ഡിപ്പെൻഡൻസ് ആണ്. മഹാത്മാഗാന്ധിജി ഫിസിക്കൽ ഫോഴ്സ്, ബ്രൂട്ട് ഫോഴ്സ്, അതും സോൾ ഫോഴ്സ്, ആത്മീയ ശക്തിയുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആത്മീയ ശക്തിയിൽ ഉള്ളിലുള്ള സോൾ ഫോഴ്സിൽ ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ ധ്യാനത്തിൽ വരുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ അഹിംസ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. അതാണ് അഹിംസ എന്ന് പറയുന്നത്. കാരണം ഹിംസയുടെ ഇൻറ്റൻഷൻ തന്നെ ഇല്ലാണ്ടേ മാറുന്നു. എല്ലാവരിലും ആ ഏകത്വം കാണാൻ തുടങ്ങും. അപ്പോൾ എഡ്യൂക്കേഷനിലൂടെ ഈ തരത്തിൽ ഉള്ളിലേക്കുള്ള ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യും. ഒരു കുട്ടി സെൽഫ് കോൺഫിഡൻസിൽ മുന്നോട്ട് ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പതറാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് എഡ്യൂക്കേഷനിൽ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കാം. നേരെ മറിച്ച് പഠിക്കുന്തോറും കൂടുതൽ അറിവിൽ ഡിപ്പെൻഡൻ്റ് ആവുകയാണെങ്കിൽ, പുസ്തകങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആവുകയാണെങ്കിൽ, പദവികളിൽ ഡിപ്പെൻഡൻ്റ് ആവുകയാണെങ്കിൽ, സമൂഹങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആവുകയാണെങ്കിൽ അതൊക്കെ ഡിപ്പെൻഡൻസ് ആണ്. അതൊന്നും ശരിക്കും എഡ്യൂക്കേഷൻ അല്ല. നമ്മളിപ്പോൾ ഒരു പ്രവണത കാണുന്നുണ്ട്. പല ഓർഗനൈസേഷനും ചെന്നാലറിയാം, തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കൂട്ടം കൂടിയിരിക്കുന്നു. അവർ വേറെ ആൾക്കാരെ ചിലപ്പോൾ കയറി വരാൻ സമ്മതിച്ചു എന്ന് വരില്ല. അവർക്കൊരു കണക്ഷനുണ്ട്. അവരുടെ മക്കൾ, അവരുടെ ഫാമിലീസ്,
അതൊരു കണക്ഷൻ കോക്കസ് ആയിട്ട് അവർ തമ്മിലും ശരിക്കുള്ള ബന്ധമല്ല, അവർ ആ സാമ്പത്തികമായിട്ടുള്ള കണക്ഷൻ മാത്രം, പദവിയിലുള്ള കണക്ഷൻ മാത്രം. ആർക്കെങ്കിലും അതിലൊരു വീഴ്ച സംഭവിക്കുകയാണ് അവർ ഓട്ടോമാറ്റിക്കായിട്ടായിരുന്നു പുറത്താക്കുന്നത്. അതുപോലെ മദ്യപാനികളുടെ കൂട്ടം, നമ്മൾ മദ്യപാനത്തിൽ എത്ര എതിർക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും മദ്യപാനമാണ് ആൾക്കാരെ യോജിപ്പിക്കുന്നത്. ഇപ്പോൾ MT വാസുദേവൻ നായർ ഒരു ചെറുകഥ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രോഗ്രാമിൽ ആദിവാസിയായിട്ടുള്ള കുട്ടികൾക്ക് 10ാം ക്ലാസ് നല്ല മാർക്ക് കിട്ടിയതിനൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന, പ്രൈസ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷനിൽ ചെന്നിട്ട് ആ ഫംഗ്ഷൻ നീണ്ടു പോയതാണ്. കാരണം ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ പ്രോഗ്രാംസ് നടത്തുമ്പോൾ അവരാദ്യം അവരെ തന്നെ പുകഴ്ത്തുന്നു, പരസ്പരം പുകഴ്ത്തുന്നു. ഇത് 8 മണി 9 മണി 10 മണിക്ക് കുട്ടികൾ വയനാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, അത്ര ലേറ്റായി. അവസാനം ചടങ്ങ് 10-15 മിനിറ്റേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഫെല്ലോഷിപ്പിന് കൂടാം എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തൊഴുതിട്ട് ഇതിനെന്താ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കണക്ഷൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഓരോ ഫങ്ഷൻസിൽ പോകുന്നത് തന്നെ. ഇതും ഒരു ബാഹ്യമായിട്ടുള്ള കണക്ഷനാണ്. ആ ഒരു മേഖലയിൽ കടന്നു ചെല്ലാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിയായിട്ടുള്ള മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരെ സൊസൈറ്റി തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഈ തരത്തിലുള്ള പദവികളിലേക്ക് ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരാൻ അവരെ അനുവദിക്കില്ല. അത് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. മഹാത്മാഗാന്ധിജീനെ അസാസിനേറ്റ് ചെയ്തത്, ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്തത്, മാസ്റ്റേഴ്സ് എല്ലാവരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഈ തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള ഡിപ്പെൻഡൻസസ് ഉള്ള സൊസൈറ്റിയിൽ അവർക്ക് ഇഴുകിച്ചേരാൻ പറ്റാത്തതുകൊണ്ടാണ്. സൊസൈറ്റി പാസ്റ്റ് ഡിപ്പെൻഡൻ്റ് ആവുന്നു, പ്രജുഡിസസിൽ ഡിപ്പെൻഡ് ആവുന്നു, ഭാഷകളിൽ, മതങ്ങളിൽ, കാസ്റ്റുകളിൽ, രാജ്യങ്ങളുടെ ആ ശക്തി ഇതൊക്കെ കാണിക്കാൻ വേണ്ടി അവർ കൂട്ടുകൂടി നിൽക്കുന്നു. അപ്പോൾ ഒരു രാജ്യം അതിൻ്റെ ശക്തി കാണിക്കുന്നത് വേറെ രാജ്യത്തെ കീഴടക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, ന്യൂസിൽ കാണുന്നുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് ശരിക്കും ബലഹീനതയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ചൂണ്ടിക്കാണിച്ച ആളാണ് മഹാത്മാഗാന്ധിജി. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സും നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ പുറമേ ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ അതിൻ്റെ പുരോഗതി എന്ന് എങ്ങനെ പറയാൻ സാധിക്കുക, എഡ്യൂക്കേഷൻ എങ്ങനെ പറയാൻ സാധിക്കുക? ഇവിടെ കെട്ടിടങ്ങൾ വലുതാവുന്നുണ്ടാവും, ഒരുപാട് സ്ഥലം വാങ്ങിക്കൂട്ടുന്നുണ്ടാവും, പേരും പ്രശസ്തി ഉണ്ടാവുന്നുണ്ടാവും, കാണുമ്പോൾ നല്ല നല്ല ഡ്രസ്സായിരിക്കും, നല്ല ഡ്രസ്സ് ഇട്ട് പോവുക, നല്ല പാൻറ്റ് ഷർട്ട് ഇട്ട് പോവുക, നല്ല സാരി എടുത്ത് പോവുക, ഇതൊക്കെ പുരോഗതിയുടെ ലക്ഷണമാണ്. നമ്മൾ ശരിയായിട്ടുള്ള മൂല്യങ്ങളെ മനസ്സിലാക്കിയിട്ട് കുട്ടികളിൽ ഇത് ഇൻകൾക്കേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വിദ്യാഭ്യാസം ഒരു നല്ല ഒരു ഹ്യൂമാനിറ്റീനെ സൃഷ്ടിക്കാൻ സഹായിക്കും. ഉള്ളിലേക്ക് കണക്റ്റഡ് ആവുക, അവിടെയാണ് നമ്മുടെ ശക്തി നിൽക്കുന്നത്. നമ്മളിവിടെ നേടുന്ന വിജയങ്ങൾ ഈ ജീവിതത്തിലേക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള ബുക്കുകൾ നമ്മൾ വായിക്കണം. ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ തരത്തിൽ റിസർച്ചസ് നടത്തുന്നത്. സ്പിരിച്വൽ വേൾഡിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെയുള്ള ഈ തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് അവിടെ ഭാരമായിട്ട് മാറുന്നു, അവിടെ മുന്നോട്ട് പോകാൻ പറ്റാതെ അവിടെ വിശ്രമിക്കേണ്ടതായിട്ട് വരുന്നു. പിന്നെ തിരിച്ച് എക്സ്പീരിയൻസിന് രണ്ടാമതും ഇവിടെ വരേണ്ടി വരുന്നു. അവരെ സഹായിക്കാൻ ഇവിടെ ഒരു തരത്തിലും ഭൂമിയിൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഇവിടെ അറിയപ്പെടാതെ ജീവിച്ചിട്ടുള്ള ആൾക്കാർ മാസ്റ്റേഴ്സായിട്ട് അവിടെ ഉണ്ട്. അവരാണ് അവിടെ യഥാർത്ഥ മാസ്റ്റേഴ്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. അവരായിരിക്കും അവിടുത്തെ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്നത്. ഇവിടെയുള്ള ഈ ജീവിതം വളരെ വളരെ ക്ഷണികമാണ്, നമുക്കറിയാം. അപ്പോഴെങ്കിലും നമ്മൾ ഇതിനെ പിടിച്ചു തോന്നുന്നു. ഈ ക്ഷണികമായിട്ടുള്ള ജീവിതം വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾ ഇവിടെയാണ് നമുക്ക് എവല്യൂഷൻ സംഭവിക്കാൻ പോകുന്നത്. എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? നമുക്ക് ഈ ശരീരം കൊണ്ടെങ്കിലും നമ്മൾ ഇവിടെ പലതും കൂട്ടിവെക്കുന്നുണ്ടെങ്കിലും കൂട്ടിവെക്കാനുള്ള കാരണം എൻ്റെ ഉള്ളിലുള്ള ശക്തിയാണ്. അതിന് ശക്തി കൊടുക്കുന്നത് എൻ്റെ സോളാണ്. എൻ്റെ ധനത്തിന് ശക്തി കൊടുക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ്. എൻ്റെ ശരീരത്തിന് ശക്തി കൊടുക്കുന്നത് എൻ്റെ ആത്മാവാണ്. എൻ്റെ പദവിക്ക് ശക്തി കൊടുക്കുന്നത് എൻ്റെ ആത്മാവാണ്. എൻ്റെ കുടുംബത്തിന് ശക്തി കൊടുക്കുന്നത് എൻ്റെ ആത്മാവാണ്. എൻ്റെ ആത്മാവ് ഈ ശരീരം വെടിഞ്ഞ് വേറൊരു ശരീരത്തിലേക്ക് പോകുമ്പോൾ ഈ ശരീരം അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ നമുക്ക് ഇതിനോടൊന്നും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല, എൻ്റെ പൈസയാണെന്നൊന്നും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ എവിടെയാണ് ശരിക്കുള്ള ശക്തി എന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് തിരിയാനും അവിടെ നിന്നും യഥാർത്ഥ ജ്ഞാനം ഉൾക്കൊള്ളാനും സ്നേഹത്തിൽ വളരാനും. കാരണം സ്നേഹമാണ് യഥാർത്ഥ ജ്ഞാനത്തിലേക്കുള്ള ഉൾക്കാഴ്ച നൽകുന്നത്. സ്നേഹമുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു എന്ന് ചാരുജി മഹാരാജ് പറഞ്ഞു. ലവ് മേക്സ് അണ്ടർസ്റ്റാൻഡിങ് പോസിബിൾ. നേരെ മറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ലവ് പോസിബിൾ ആക്കണമെന്നില്ല.
അപ്പോൾ സ്നേഹത്തിലുള്ള ഉയർച്ച, സ്നേഹത്തിലുള്ള എക്സ്പാൻഷനാണ് ശരിയായിട്ടുള്ള ജ്ഞാനത്തിലുള്ള ഉയർച്ച. എഡ്യൂക്കേഷനിൽ യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ എലിമെൻറ്റ് നമ്മൾ ഉൾപ്പെടുത്തണം. അവിടെയാണ് ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.